ഒരു ഹോഴ്സ് ഹെയർ ലേസ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് ഹോഴ്സ് ഹെയർ 1 ഇഞ്ച് നീളത്തിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു രണ്ട് പീസ് രണ്ട് സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു വലിപ്പം എടുക്കാം കേട്ടോ. നമ്മുടെ ഹെയർ ബോയുടെ ഒരു വിഡ്ത്തും വെച്ചിട്ട് നിങ്ങൾക്കത് മെഷർ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഒരു ബോയുടെ ഷേപ്പിലേക്ക് ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്തെടുത്ത് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബുമ്മന എടുത്ത് നിൽക്കും. അതിനുശേഷം ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാഫ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഹാഫ് കട്ട് ബീഡ്സ് ചെറുത് ഞാനിത് കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്ലൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പേസ്റ്റ് ചെയ്യുക. ഇത് ഫുള്ള് ഇത് 2 എണ്ണമാണ്. ഹോഴ്സ് ഹെയർ ലേസ് 2 ബോ ചെയ്തിട്ടുണ്ട്. ഒരു ബോയാണ് ഞാൻ കാണിക്കുന്നത്. 2 ബോ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. 2 ബോ ചെയ്തെടുക്കണം. രണ്ടും 2 സൈസിലെടുക്കുക. ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലുള്ള 2 സൈസ് എടുക്കുക. അപ്പോൾ 2 സൈഡിൽ വയ്ക്കുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് ഇച്ചിരി ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഫുള്ളായിട്ട് കട്ട് ബീഡ്സ് നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ആൻറ്റിക് കളർ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റും ആൻറ്റിക് കളറുമായിട്ടുള്ള ബീഡ്സാണ് ഹെയർ ബോ ചെയ്യാനായി. അതുകൊണ്ട് വൈറ്റും ആൻറ്റിക് കളറും പിന്നെ സ്റ്റോണുമാണ് ഞാൻ ബോ ചെയ്യാനും എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് എടുക്കാം. എനിക്ക് തീം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മിക്സഡ് കളർ വേണമെങ്കിൽ മിക്സഡ് കളർ കൊടുക്കാം, കളർഫുൾ സ്റ്റോൺസ് കൊടുക്കാം, എന്ത് വേണോ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയ സ്റ്റോൺസും ബീഡ്സും ഒക്കെ കൊടുത്ത് അത് കളർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു സ്റ്റോൺസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അവസാനം നമുക്ക് ചെയ്തെടുക്കണം. ഫുള്ള് കാണിക്കാൻ നിൽക്കുമ്പോൾ ഒരു 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, ഞാനെടുത്ത് ആൻറ്റിക് കളറിൻ്റെ ബീഡ്സ് ഉണ്ട്, നമ്മുടെ വൈറ്റ് ബീഡ്സും ഉണ്ട്. ഇനി ഇത് 4mm വയറിൽ കോർത്തെടുക്കുകയാണ്. ആദ്യം 2 ഗോൾഡ് ആൻറ്റിക് ഗോൾഡ്, 2 വൈറ്റ് ബീഡ്സ്. നമ്മൾ 2 എണ്ണം വെച്ച് ഒരു ലെയറിൽ 2 ബീഡ്സ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 2 ബീഡ്സ് ഏത് കളറാണ് നമ്മൾ എടുക്കുന്നത് 2 വെച്ച് കോർത്തെടുക്കുക. ഇപ്പോൾ ഒരു വൈറ്റും ബ്ലൂ ആണെന്ന് വെച്ചോ, 2 വൈറ്റ് 2 ബ്ലൂ. അപ്പം ഞാൻ ഗോൾഡും നമ്മുടെ വൈറ്റും ആയതുകൊണ്ട് ഗോൾഡ് 2 വൈറ്റ് 2 അത് ആ ഒരു ഓർഡറിൽ കോർത്തെടുക്കുക. ഫുൾ കോർത്തെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ 2 എണ്ണം കോർക്കും, വീണ്ടും ചുറ്റും 2 എണ്ണം കോർക്കും, ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ട്. ഇനി അതിൻ്റെ ഒരു എഡ്ജ് ഞാൻ ഇപ്പോൾ ഇത്രയും നീളത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഡ്ജ് ഒരു ബീഡ്സ് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ട്വിസ്റ്റ് ചെയ്ത് വെച്ചുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സൈഡ് കോർത്ത് ചുറ്റി അടുത്ത സൈഡ് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ ബീഡ്സ് കോർത്ത് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചു. അടുത്ത സൈഡ് നമ്മൾ ഹെയർ ബോയിൽ നന്നായിട്ട് ടൈ ചെയ്ത് വയ്ക്കുക. ഇനി എന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഹെയർ ബോ ഇല്ലേ, നമ്മുടെ ഹോഴ്സ് ഹെയർ ലേസിലെ ഹെയർ ബോ, ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് അതൊരു പാച്ചസ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്ലവറോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അറ്റാച്ച് ചെയ്യുക. ഞാൻ ഒരു ഫ്ലവർ കൊടുത്തപ്പോൾ അത്രത്തോളം സ്യൂട്ടബിൾ ആവാത്തത് കൊണ്ട് ഞാൻ ഒരു കട്ട് ബീഡ്സിൽ തന്നെ ജസ്റ്റ് സ്റ്റോൺ ചെയിൻ കവർ ചെയ്ത് ഒരു പാച്ചസ് എടുത്ത് കൊടുത്തു കേട്ടോ. കാരണം അതൊക്കെ ഞാൻ ചെയ്തത് ഉണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് കൊടുത്ത് അതിൻ്റെയൊക്കെ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഓൾറെഡി. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കയറി നോക്കാം. എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് സെൻറ്റർ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. നമുക്ക് സെൻറ്റർ ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇപ്പോൾ ഹെയർ ബോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്തു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്ത്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി വേണ്ട, ഞാൻ എഡ്ജ് കവർ ചെയ്തു. എന്നിട്ട് 2 ഗോൾഡ് 2 വൈറ്റ് 2 ഗോൾഡ് 2 വൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഫുൾ ചുറ്റിയെടുക്കണം. നമ്മൾ എവിടെയാണോ നമ്മൾ ഹെയർ ബോ, അതായത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബോ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്, അതുവരെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു സൈഡ് ഈ ഒറ്റ സിംഗിൾ ബോയ് ഇങ്ങനെ ഫ്ലവറോ എന്തെങ്കിലും ഒരു ബോയ് ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഇത് അതുവരെ ഒരു സൈഡ് നമുക്കൊരു ഊഹം കാണുമല്ലോ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന്. അത്രയും വരെ ഇങ്ങനെ കോർത്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, 3mm വയർ എടുക്കാതിരിക്കുക. അത് ഒത്തിരി പൊട്ടിപ്പോവാറുണ്ട്. കാരണം ചിലർ അങ്ങനെ ചെയ്ത് കൊടുത്തത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 4mm വയറിൽ തന്നെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കിത് ചെയ്ത് കൊടുത്താലും നല്ല ഒരു ഇൻകം കിട്ടും കേട്ടോ. വളരെ കുറച്ച് മെറ്റീരിയൽസിന് നല്ല അത്യാവശ്യം നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ ഞാൻ എന്ത് ചെയ്തത്, ഏകദേശം ആ ഒരു പകുതിയിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് സെൻറ്ററിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തിട്ട് ഒരു ബോ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ അടുത്തൊരു 2 ബീഡ്സ് കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ
രണ്ട് ജസ്റ്റ് ബീഡ്സ് ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. കാരണം തീരെ അടുത്തിരിക്കുമ്പോൾ ഈ ബോയ് ആയതുകൊണ്ട് ഇടയിലൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് 2 ബീഡ്സ് അവിടെ കൊടുത്ത് ചുറ്റിയെടുത്തത്. ഇനി അടുത്ത് വീണ്ടും അടുത്ത് ബോ ഫിക്സ് ചെയ്യുന്നു. കണ്ടില്ലേ, ഒന്ന് ചെറുതും ഒന്ന് വലുതും. നിങ്ങൾക്കത് കാണുമ്പോൾ എത്രത്തോളം അത് അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഹെയറിൽ വയ്ക്കുമ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ ഒരു വ്യത്യാസം ഇങ്ങനെ നിൽക്കും. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇനി അതിൻ്റെ പുറകിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ, ഒട്ടിക്കുന്നുണ്ട്. കാരണം ഒട്ടിച്ചാൽ മാത്രമേ അങ്ങോട്ട് ചെയ്യുമ്പോൾ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര ഗ്ലൂ ആയാലും എന്തായാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇളകി വരും. അതിൻ്റെ പുറകിലേക്ക് ഒരു ചെറിയൊരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഗ്ലൂ കൊടുത്തു, 2 പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് ബാക്കി നമ്മളെ ബീഡ്സ് നമ്മൾ ആദ്യം എങ്ങനെയാണോ അതേ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. 2 ബീഡ്സ് 2 ഇത് വെച്ചിട്ട് 2 ബീഡ്സ് വെച്ച് അങ്ങ് ഫുള്ളിനി കവർ ചെയ്യുക. ഇനി ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്തു. കണ്ടില്ലേ, ഞാൻ നല്ല ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കത് ചുറ്റി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇളകി വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടിരിക്കും. ഇനിയൊന്നുമില്ല, ജസ്റ്റ് ബാക്കി അതുപോലെ ഒന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് എൻഡ് ടേപ്പ് കൊടുക്കുക. എപ്പോഴും നമ്മൾ ചെയ്താലും എൻഡ് ടേപ്പ് കൊടുത്ത് അതിനെ കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ബീഡ്സ് ഇങ്ങനെ കോർത്ത് എന്താ പറയുക, ചുറ്റി ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരാതെ നല്ല ഫിനിഷിങ്ങോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പല കളറിൽ ചെയ്തെടുക്കാം. നമുക്ക് ഹോഴ്സ് ഹെയർ ലേസ് തന്നെ പല കളറിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഒരു റോളല്ലാതെ മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും. മീറ്റർ 15 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ 1 മീറ്റർ വാങ്ങിച്ചാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ചെയ്തെടുക്കാം. ഹെയർ ബോ ചെയ്യാം, ഹെയർ ക്ലിപ്സ് ചെയ്യാം, പല കാര്യങ്ങളും ചെയ്തെടുക്കാം കേട്ടോ. അവസാനം ചെയ്ത് നിർത്തുമ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് നിൽക്കില്ല, തൊട്ട് ഒരു ലെയർ മേളിലുള്ള ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ നിർത്തി കട്ട് ചെയ്ത് മാറ്റുക. എഡ്ജിലാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിള്ളേരുടെ കൈയൊക്കെ തട്ടിക്കളഞ്ഞാൽ അതിങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എൻഡ് ടേപ്പ് കൊടുക്കുക, കവർ ചെയ്യുക. എൻഡ് ടേപ്പ് ഇല്ലെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്താൽ മാത്രം മതി കേട്ടോ. കാരണം എഡ്ജ് കുറച്ച് ഷാർപ്പായിരിക്കും. നമ്മുടെ ഹെയർ ബാൻഡ്സിൻ്റെയൊക്കെ മിക്കതും എന്താ പറയുക, ഇത് മെറ്റൽസ് അല്ലേ, അതുകൊണ്ട് അവിടെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫിനിഷിങ് കൊടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പഠിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്, ഞാൻ പഠിച്ചിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഇങ്ങനെ കണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇങ്ങനെയുള്ള നമ്മളെ ഹെയർ ബാൻഡ്സൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നതിനേക്കാളും നമ്മളത് കുട്ടികളുടെ ഹെയറിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള ഭംഗി വരുന്നത്. നമുക്കിത് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ചെയ്ത് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവൊക്കെ വരും. 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഭംഗി മനസ്സിലാവും.